ഇന്ന് നമുക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. 2 ലോങ് ഡേ ഷിഫ്റ്റിന് ശേഷം വന്ന ഒരു സ്റ്റഡി ഡേ ആട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ടയർഡായിരുന്നു. രാവിലെ എഴുന്നേച്ച് കുക്ക് ചെയ്യാനായിട്ടുള്ള എനർജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് ആക്കാം. ക്യാൻറ്റീനിലോട്ട് വരുമ്പോൾ എപ്പോഴും എക്സൈറ്റ്മെന്റോടെ ആട്ടോ വരാറ്. പക്ഷേ പടികൾ ചുമ്മാ കയറിയല്ലോ. ഇന്ന് നമ്മുടെ ടേസ്റ്റിന് പറ്റിയായിട്ട് ഒന്നുമില്ലായിരുന്നു അവിടെ. ക്യാൻറ്റീൻ്റെ അടിയിൽ തന്നെ ആട്ടോ കോസ്റ്റ വരുന്നത്. അവിടെ വന്ന് നേരെ സ്ഥിരം ഓർഡർ ചെയ്യുന്ന ചിക്കൻ റാപ്പ് കൊടുത്ത് ക്ലാസ് ടൈം ആനന്ദകരമാക്കാൻ ഒരു ചോക്ലേറ്റ് ഫ്രാപ്പ് ഓർഡർ ചെയ്ത് കൂടുതൽ എഞ്ചിനായിട്ട് ഒരു ലെമൺ മഫിനും എടുത്ത് നേരെ ക്ലാസ്സിലോട്ട് ആട്ടോ പോകുന്നത്. ഇപ്പൊ സമയം വന്നിട്ട് 9:28 കറക്റ്റ് 9:30 ആട്ടോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9:30 എന്ന് പറഞ്ഞാൽ 9:30. അവിടെ നിന്ന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് പിന്നെ ആര് വന്നാലും അവർക്ക് നോ എൻട്രി ആണ്. വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ സ്ഥിരം കേൾക്കാറുള്ള ഒരു കാര്യമാണ്, പക്ഷേ പഠിക്കുന്ന കാലം മതിയായിരുന്നു എന്നുള്ളത്. ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, പഠിക്കുന്നതിലും ഇഷ്ടം എനിക്ക് വർക്ക് ചെയ്യാനാട്ടോ. ഇതിപ്പോ നമ്മുടെ ചാനലിൽ ഇടുന്ന 2ാമത്തെ സ്റ്റഡി ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ നാട്ടുകാരും വീട്ടുകാരും വിചാരിക്കുന്നുണ്ടാകും, ഇവള് നേഴ്സാണെന്നും പറഞ്ഞല്ലേ UK പോയത്, പിന്നെ എന്താ എപ്പോഴും സ്റ്റഡി ഡേ ഇടുന്നേന്ന്. ഗായ്സ്, ഞാൻ ശരിക്കും നേഴ്സായിട്ട് തന്നെ ആട്ടോ വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താ ഈ ക്ലാസ് എന്നല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ വരുമ്പോൾ ആ ഒരു ട്രസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് പൈസ തന്ന് നമുക്കറിയാത്ത കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ടോപ്പിക്കായിട്ട് 1-2 ക്ലാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചില മാസങ്ങളിൽ വരുന്നതായിരിക്കും. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഈ ഓരോ ക്ലാസ് അവർ ഷിഫ്റ്റിന്റെ പാർട്ടായിട്ട് തന്നെ ആട്ടോ ആഡ് ചെയ്യുന്നത്. ഈ ഒരു മാസം പ്രിസെപ്റ്റർഷിപ്പും കൂടെ കൂട്ടി 3 സ്റ്റഡി ഡേ ആണുള്ളത്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞു. ഈ കാണുന്ന ഷോപ്പ് കണ്ടില്ലേ, ഈ വഴി പോകുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇവിടെ ഒന്ന് കയറിയിട്ട് പോകണം എന്ന്. എന്നാ വാ നമുക്ക് ഇന്ന് ഇവിടെ എന്താന്ന് നോക്കിയാലോ. ഇവിടെ കുറെ ആന്റിക് പീസസ് ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിത് കണ്ടിട്ട് മൊത്തത്തിൽ ഒരു ലൂക്ക ഫിലിം ആട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ നടന്നതേ നമ്മൾ ചേട്ടന് സർപ്രൈസ് കൊടുത്ത ലെബനീസ് റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ കയറിയിട്ട് ഒരു സാധനം മേടിക്കാം കേട്ടോ. ചിക്കൻ സൂപ്പ് നമുക്ക് അടുത്ത ഷോട്ട്സിൽ കാണാം.